ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ്. നമ്മൾ പ്ലെയിൻ സാരീസ് ആയിട്ട് കോട്ടൺ ചെക്കോട്ട സാരീസും അതുപോലെ സിൽക്കി കോട്ട സാരീസും ആണ് സെല് ചെയ്യുന്നത്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് പ്ലെയിൻ സാരീസിന് എൻക്വയറി ചോദിക്കുന്നുണ്ട്. അതുപോലെ വേറെ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്തേരി മെറ്റീരിയൽ അതുപോലെ ഓർഗൻറ്റി മെറ്റീരിയൽ ഒക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കറന്റ് നമുക്ക് ഈ രണ്ട് ഫാബ്രിക് മാത്രമേ പ്ലെയിൻ സാരീസ് ആയിട്ട് അവൈലബിൾ ഉള്ളൂ. നമുക്ക് നേരത്തെ ഓർഗൻറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ ഓർഗൻറ്റി നമുക്ക് ഓർഡർ വരുന്ന അനുസരിച്ച്, അതായത് ഇപ്പോൾ ചെയ്തു കൊടുക്കാനാണെങ്കിലും അതുപോലെ പ്ലെയിൻ സാരീസ് ആണെങ്കിലും ഓർഡർ വരുന്ന അനുസരിച്ച് കളേഴ്സ് എടുത്ത് കൊടുക്കാറേ ഉള്ളൂ. നമ്മൾ സ്റ്റോക്ക് ചെയ്യാറില്ല. ഈ ഒരു രണ്ട് മെറ്റീരിയൽ നമുക്ക് സ്റ്റോക്ക് ആയിട്ട് അവൈലബിൾ ആവുന്നത്. മന്ത്ലി ഒരിക്കലാണ് നമ്മൾ ഈ ഒരു പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോ ഇടുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഷെയ്ഡ്സ് ആണെന്ന് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് കാണാം. ഇത് ഫസ്റ്റ് നമ്മുടെ ചിക്കു ഷെയ്ഡാണ്. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുവാണ്, നമുക്ക് ചില ഷെയ്ഡ്സ് വീഡിയോയിൽ കാണുന്നത് എക്സാക്ട് കളർ ആയിരിക്കണം എന്നില്ല. ലൈറ്റിന്റെ ഇഷ്യൂസ് കാരണം ചില ഷെയ്ഡ്സ് ഡാർക്കർ ആയിട്ടും അതുപോലെ ചില ഷെയ്ഡ്സ് ലൈറ്റർ ആയിട്ടും തോന്നും. മാക്സിമം നമ്മൾ കളർ കറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഷെയ്ഡ്സ് എല്ലാം നമുക്ക് സ്ഥിരം വരുന്ന ഷെയ്ഡ്സ്, അതായത് കോട്ടൺ ചെക്കോട്ടയിൽ നമുക്കൊരു 22 ഷെയ്ഡ്സ് ആണ് നോർമലി വരുന്നത്. അതെല്ലാം നമുക്ക് എപ്പോഴും ഒരേപോലത്തെ ഷെയ്ഡ്സ് തന്നെ വരുന്നത്. അതായത് ഇപ്പോൾ ചിക്കു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കോട്ടയിൽ ഈ ഒരൊറ്റ ചിക്കു ഷെയ്ഡേ അവൈലബിൾ ആവാറുള്ളൂ. ഇതിന് വേരിയേഷൻസ് വരാറില്ല. അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ്സ് പേര് പറയുമ്പോൾ ഓൾറെഡി കോട്ട സാരീസ് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അതറിയായിരിക്കും. ഇത് ന്യൂ കസ്റ്റമേഴ്സ്, അതായത് പുതിയ ആൾക്കാർക്ക് നമ്മൾ അതിനുവേണ്ടി ഇച്ചിരി ക്ലിയർ ആയിട്ട് വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുമ്പോൾ അതായത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസോ ഒക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ നമ്മളത് പ്രകാരം ചെയ്തു തരുന്നതായിരിക്കും. അതായത് ഫോട്ടോസൊക്കെ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ചിക്കു ഷെയ്ഡാണ്. നമുക്കതുപോലെ 5.5 മീറ്റർ സാരി ആയിട്ടും 1 മീറ്റർ ബ്ലൗസ് ആയിട്ടുമാണ് വരുന്നത്. സാരി മാത്രമാണെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്ന 575, അതുപോലെ ബ്ലൗസ് കൂടെ ഇൻക്ലൂഡ് ചെയ്താണെങ്കിൽ 675 ആണ്. ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇത് നമുക്ക് ഈ വന്നിരിക്കുന്ന എല്ലാ ഷെയ്ഡ്സും നമുക്ക് എപ്പോഴും വരാറുള്ള ഷെയ്ഡ്സ് തന്നെയാണ്, പുതിയ ഷെയ്ഡ്സ് ഒന്നുമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കോട്ടൺ ചെക്കോട്ടയിൽ ഒരു 20-22 ഷെയ്ഡ്സ് ഉള്ളത് അത് അങ്ങനെ തന്നെയാണ്. മാക്സിമം അത്രയും ഷെയ്ഡ്സ് മാത്രമേ ഈ ഒരു കോട്ടൺ ചെക്കോട്ടയിൽ അവൈലബിൾ ആവാറുള്ളൂ. അതിലിപ്പോൾ നമുക്കൊരു 18ഓളം ഷെയ്ഡ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ബാക്കി ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് പയ്യെ വരും. അതുപോലെ നമ്മുടെ ബ്ലാക്ക്, നമ്മുടെ ഡാർക്ക് ഒണിയൻ പിങ്ക് പോലത്തെ ഷെയ്ഡ്സ് ഒക്കെ, പൗഡർ ബ്ലൂ പോലത്തെ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് കുറച്ചായിട്ടുണ്ട്. എന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് വരും എന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഡാർക്ക് പീച്ച് ഷെയ്ഡ്. ഇതൊക്കെ നമുക്ക് എല്ലാ ഷെയ്ഡ്സും ഒരുപോലെ മൂവ്മെന്റ് ഉള്ള ഷെയ്ഡ്സ് ആണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ പ്ലെയിൻ സാരിക്ക് വേണ്ടി എൻക്വയറി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഓഫ് വൈറ്റ് ഷെയ്ഡ്. ഓഫ് വൈറ്റ് ഷെയ്ഡ് നമുക്ക് കുറേ നാളത്തേക്കിന് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ലാസ്റ്റ് മന്ത് ആണ് സ്റ്റോക്കിൽ വന്നത്. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് അറിയാം, നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓഫ് വൈറ്റ് സ്റ്റോക്ക് വന്നതായിട്ട്. അപ്പോൾ അങ്ങനെ അന്നേരം തന്നെ ഒത്തിരി മൂവിങ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്. നെക്സ്റ്റ് നമ്മുടെ സ്കൈ ബ്ലൂ ഷെയ്ഡ്. സ്കൈ ബ്ലൂ നമുക്കൊരു ഡാർക്കർ ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആയി ഇപ്പം നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള. ഈ സ്കൈ ബ്ലൂവിന് തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പം നമുക്ക് ഈ ഒരു ഡാർക്കർ സ്കൈ ബ്ലൂ ഷെയ്ഡാണ് നമുക്കിപ്പം സ്റ്റോക്കിൽ നിൽക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് വൈറ്റ് ഷെയ്ഡാണ്. നമുക്ക് എപ്പോഴും മൂവിങ് ആയിട്ടും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് വൈറ്റ്. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ്. ഈ ഷെയ്ഡ് ഒത്തിരി ആൾക്കാർക്ക് കൺഫ്യൂസിങ് ആയിട്ടുണ്ട്. ഇതൊരു പീച്ച് ഷെയ്ഡാണോ അതോ പിങ്ക് ഷെയ്ഡാണോ എന്നൊക്കെ. ഒരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡ്, പിങ്കിന്റെ തന്നെ എന്നാൽ ബേബി പിങ്കിനേക്കാളും കുറച്ചുകൂടി ഡാർക്കറായെന്ന് പറഞ്ഞ് ഒത്തിരി ഇരുണ്ടിരിക്കുന്ന കളറല്ല, ഒത്തിരി ബ്രൈറ്റ് ഷെയ്ഡ് അല്ല. ഒരു ടൊമാറ്റോ പിങ്ക് എന്ന് പറയുമെങ്കിലും ഇതൊരു പിങ്കിന്റെ തന്നെ ഒരു ഇച്ചിരി ഡാർക്കർ ഷെയ്ഡ് എന്ന് വേണേൽ പറയാം. ബേബി പിങ്കിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു പിങ്ക്, അത്രേ ഉള്ളൂ. ഭയങ്കര ഡാർക്കർ ഷെയ്ഡ് അല്ല. ബേബി പിങ്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കാന്ന് മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു ടൊമാറ്റോ പിങ്ക് വരുന്നത്. അതുപോലെ നെക്സ്റ്റ് നമ്മുടെ ഗ്രേ ഷെയ്ഡ്. ഗ്രേ ഷെയ്ഡ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു കുറേ നാളായിട്ട്. ഞാൻ ഓൾറെഡി ഓഫ് വൈറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ ഓഫ് വൈറ്റിന്റെ കൂടെ വീണ്ടും റീസ്റ്റോക്ക് ആയി വന്നിരിക്കുന്നതാണ് ഈ ഒരു ഗ്രേ ഷെയ്ഡും. നെക്സ്റ്റ് നമ്മുടെ ലെമണല്ലോ ഷെയ്ഡ്. ലെമണല്ലോ ഷെയ്ഡ് നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. എന്നാലും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കോട്ടൺ ചെക്കോട്ടയിൽ യെല്ലോ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ലെമണല്ലോ ഷെയ്ഡ് മാത്രമേ വരാറുള്ളൂ. ഒത്തിരി ഭയങ്കര ഒരു എറിച്ച് നിൽക്കുന്ന യെല്ലോ ഷെയ്ഡ് അല്ല, എന്നാൽ തീരെ ഡിം ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡും അല്ല. ബേബി യെല്ലോയേക്കാളും കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്, എല്ലാവർക്കും ഒക്കെ ചേരുന്ന ഷെയ്ഡ് തന്നെയാണ്. അതുപോലെ നെക്സ്റ്റ് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡ്. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്,
നമ്മുടെ അടുത്ത ആൾക്കാർ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും ഇതുപോലത്തെ സാരീസും ബ്ലൗസും വാങ്ങിക്കാറുണ്ട്. അതായത് നമുക്ക് എപ്പോഴും ബ്ലൗസ് പീസ് 1 മീറ്റർ ആയിട്ട് സെപ്പറേറ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ബേബി പിങ്കിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു കളർ ബ്ലൗസ് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും പെയർ ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂ ബ്ലൗസോ അല്ലെങ്കിൽ ഗ്രീൻ ബ്ലൗസോ നിങ്ങൾക്ക് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഒരു 5.5 മീറ്റർ സാരി പ്ലസ് 1 മീറ്റർ ബ്ലൗസ് എന്നുള്ളത് 675 റുപ്പീസ് എന്നുള്ളതേ ഉള്ളൂ. അത് സെയിം കളർ, അതായത് പിങ്കിൻ്റെ കൂടെ പിങ്ക് ബ്ലൗസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ബ്ലൗസ് വെച്ചിട്ടും പെയർ ചെയ്യാം. എല്ലാ ഷെയ്ഡ്സും നമുക്ക് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ ചിലപ്പോൾ അവൈലബിൾ ആയി വരത്തില്ല. അത് നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഏതെങ്കിലും ബ്ലൗസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിൽ ബ്ലൗസ് പീസ് മാത്രമായിട്ട് കുറച്ച് ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഷെയ്ഡ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയി പോയ ഷെയ്ഡ്സ് ഒക്കെ അതിൻ്റെ ബ്ലൗസ് പീസ് മാത്രമായിട്ട് നമ്മുടെ കയ്യിൽ ചിലതൊക്കെ ഇരിപ്പുണ്ട്. ആ ബ്ലൗസ് പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ബ്ലൗസ് പീസ് ഏതെങ്കിലും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. ഇത് ലൈറ്റ് പീച്ച് എന്ന് പറഞ്ഞാലും ഒരു ചന്ദന കളറൊക്കെയാണ് വരുന്നത്. കുറേ ആൾക്കാർക്കൊക്കെ ഇതൊരു ലൈറ്റ് പീച്ച് ആയിട്ടല്ല, ഒരു സാൻഡൽ ഷെയ്ഡായിട്ട് തന്നെയാണ് അത് പറയുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഓരോ ഷെയ്ഡ്സും നമ്മൾ പറയുന്ന ഓരോ ഷെയ്ഡ്സ്, ഇപ്പം വേറൊരാൾ പറയുന്ന ചിലപ്പോൾ ഈ ഒരു ഷെയ്ഡ് ആയിരിക്കില്ല നെയിം പറയുന്നത്. നമ്മളിതിനെ ലൈറ്റ് പീച്ച് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ഇപ്പം വേറെ ആൾക്കാർ സാൻഡൽ ഷെയ്ഡ് എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പിസ്ത ഗ്രീൻ ഷെയ്ഡ്. പിസ്ത ഗ്രീൻ എന്ന് പറയുന്ന ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാർക്കും ഈ ഒരു ഷെയ്ഡ് വാങ്ങിച്ചിട്ട് അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒത്തിരി ലൈറ്റ് ആയി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞാലും നമ്മൾ ഹാൻഡ് ബാഗ് കളക്ഷൻസിലൊക്കെ കാണിക്കുന്ന ആ ഒരു ഗ്രീൻ ഷെയ്ഡ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. അതുപോലെ ഇത് ലെമൺ ഗ്രീൻ എന്നൊക്കെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഈ ഒരു കളറിന് കറക്റ്റ് പറയുന്നത്. പക്ഷേ പിസ്ത ഗ്രീൻ എന്നാണ് നമ്മൾ അറിയപ്പെടുന്ന ഈ ഒരു ഷെയ്ഡ് കോട്ടായിൽ. അതുകൊണ്ട് നമ്മളിത് പിസ്ത ഗ്രീൻ തന്നെ പറയുന്നത്. ആക്ച്വലി ഈ കളർ ഏതാന്ന് ചോദിച്ചാൽ ഇത് ലെമൺ ഗ്രീൻ ഒക്കെ പോലത്തെ ഒരു യെല്ലോയും ആയിട്ടൊരു മിക്സ് വരുന്ന പോലത്തെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. നമുക്ക് ഇതിന്റെ ട്രാൻസ്പെറൻസി വീണ്ടും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കോട്ടൺ കോട്ടയുടെ ട്രാൻസ്പെറൻസി വരുമ്പോൾ ഇങ്ങനെയാണ് സിംഗിൾ ലെയറിൽ ഇതിന്റെ ട്രാൻസ്പെറൻസി വരുന്നത്. സിംഗിൾ ലെയറിൽ ഇത് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. പക്ഷെ അത് ഫ്ലീറ്റഡ് ആകുമ്പോൾ ഇത് കണ്ടോ, 2 ലെയർ വരുമ്പം തന്നെ ഇതിന്റെ ട്രാൻസ്പെറൻസി ഇത്രയും തന്നെ മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്ര ട്രാൻസ്പെറൻ്റ് അല്ല. ഒത്തിരി ആൾക്കാർക്ക് അത് കൺഫ്യൂഷനാണ്. ഈവൻ സിൽക്കി കോട്ടായി നമ്മുടെ അടുത്ത് ഒത്തിരി പേര് വാങ്ങിച്ചതിന് ശേഷം അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒത്തിരി അത് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. നമ്മൾ കഴിവ് നമ്മുടെ വീഡിയോയിൽ എല്ലാ സാരീസിൻ്റെയും ട്രാൻസ്പെറൻസി എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, റെഗുലർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അറിയാം, കോട്ടായും സിൽക്കി കോട്ടായൊക്കെ സ്ഥിരം വാങ്ങിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഒത്തിരി വലിച്ചു നീട്ടുന്നതായിട്ട് തോന്നരുത്. ഇതിപ്പം നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കില്ല കാണുന്നത്. ആദ്യമായിട്ട് ഈ ഒരു മെറ്റീരിയൽ കാണുന്ന ആൾക്കാരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ ഒക്കെ വീണ്ടും പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡും ഒത്തിരി നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് ഒരു സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എല്ലാവർക്കും ഒക്കെ ചേരുന്ന ഒരു ഷെയ്ഡാണ് ലാവൻഡർ ഷെയ്ഡ്. നെക്സ്റ്റ് നമ്മുടെ ഒരു ഡാർക്ക് ബിസ്ക്കറ്റ് കളർന്നോ ലൈറ്റ് ചോക്ലേറ്റ് കളർന്നോ ഒക്കെ പറയുന്ന പോലത്തെ ഒരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു മെറ്റീരിയൽ ഇതിപ്പം നമുക്ക് കിട്ടുന്നത് സ്റ്റാർച്ച്ഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുക്കുമ്പോൾ സ്റ്റിഫായിട്ട് ഉടുക്കും. ഇത് തന്നെ നമുക്ക് ഒത്തിരി ആൾക്കാർ ഇപ്പം കുർത്ത പോലത്തെ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുനിന്ന് തന്നെ ഈ പറഞ്ഞാൽ നമ്മൾ 5.5 മീറ്റർ ആയിട്ടേ കൊടുക്കുള്ളൂ എന്നേ ഉള്ളൂ. എന്നാലും കുർത്തയൊക്കെ തയ്ക്കാൻ വേണ്ടി ഇപ്പോൾ 2 പേർക്ക് ഒരുമിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് സാരിയായിട്ട് എടുത്താൽ കുർത്തയൊക്കെ തയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം അങ്ങനെ കുർത്തയ്ക്കൊക്കെ വേണ്ടി ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഒത്തിരി മൂവിങ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫ്ലീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഉടുപ്പ് പോലത്തെ ഡ്രസ് ടൈപ്പ് ആയിട്ടുള്ള കുർത്തേഴ്സിനൊക്കെ ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നല്ലതായിട്ട് മൂവിങ് ആയിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞാൽ മതി. അന്നേരം നല്ല ഫ്ലോയി ആയിട്ട് നല്ലതായിട്ട് ഒതുങ്ങി ലിനൻ മെറ്റീരിയലൊക്കെ കിടക്കുന്ന പോലെ കിടക്കുന്നൊരു മെറ്റീരിയൽ തന്നെയാണ്. നമ്മളിത് സാരിക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് സ്റ്റാർച്ച് കൊണ്ട് ഇതിങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്നത് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. 2-3 പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യാതെ ഉടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു പശ പോയിട്ട് ഇത് നന്നായിട്ട് ഒഴുകി വരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വാഷിന് നമ്മൾ സ്റ്റാർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് വീണ്ടും ഈ സ്റ്റിഫ്നെസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റിഫ്നെസ് വേണ്ട എന്നുള്ളവർക്ക് ഇത് സ്റ്റാർച്ച് ചെയ്യാതെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒഴുകി കിടക്കുന്ന പോലെ തന്നെ ഈ ഒരു സാരി ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ സ്റ്റിഫ്നെസ് വരത്തില്ല. നമുക്ക് ലിനൻ സാരീസ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ കനം കുറഞ്ഞ് തന്നെ ഒഴുകി കിടക്കുന്ന പോലെ തന്നെ ഈ ഒരു സാരി ഉപയോഗിക്കാം. അങ്ങനത്തെ പർപ്പസ് അങ്ങനെ സ്റ്റാർച്ച് മാറ്റി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ തയ്ക്കാനാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഡ്രസ് ടൈപ്പ് കുർത്തീസൊക്കെ തയ്ക്കാനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അത്രയും പാറ്റേൺസ് ഒക്കെ ഈ പറഞ്ഞ പിൻട്രസ്റ്റിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട്.
കുർത്താസ് ഒക്കെ തയ്ക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോട്ടൺ ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ ഇപ്പം നമുക്ക് ഈ ഒരു പിസ്ത ഗ്രീനും ഈ ഒരു ഗ്രീനും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഒക്കെ വരുന്ന പോലത്തെ ഒരു ഗ്രീൻ, അത്രയും ഡാർക്ക് അല്ല, ശരിക്കും ഒരു മെഹന്തി ഗ്രീൻ എന്നൊക്കെ വേണേൽ പറയാം. ആ ഒരു ഗ്രീനാണ്. നമുക്ക് ഒലിവ് ഗ്രീൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആണ്. ഈ ഒരു ഗ്രീനാണ് ഇപ്പം നമുക്ക് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് സിൽക്കി കോട്ടയുടെ കുറച്ച് ഷെയ്ഡ്സ് കാണാം. നമുക്കിപ്പം സിൽക്കി കോട്ടയിൽ കുറച്ച് ഷെയ്ഡ്സേ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി നമുക്ക് സ്റ്റോക്ക് നമുക്ക് റണ്ണിങ് ആയിട്ട് സ്റ്റോക്ക് വന്നും പോയി ഇരിക്കും. കാരണം നമുക്ക് റെഗുലർ ആയിട്ട് കസ്റ്റമേഴ്സ് ഇത് ചെയ്യുന്ന കാരണം പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യും. നമുക്ക് എല്ലാ ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ സ്റ്റോക്ക് വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ കുറച്ച് ഷെയ്ഡ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ഞാൻ ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഫസ്റ്റ് തന്നെ കാണിച്ചേക്കാം. ഇതുണ്ട്, ഇത് സിംഗിൾ ലെയറിൽ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. കൂടുതലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം കസ്റ്റമേഴ്സിന് ഇത് ഭയങ്കര കനം കുറഞ്ഞ മെറ്റീരിയലാണെന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ. നമ്മൾ ഇതിന് രണ്ട് ലെയർ ആകുമ്പോഴത്തേനും ഇത്രയും ട്രാൻസ്പെറൻ്റ് ആവും. ഫ്ലീറ്റഡ് ആകുമ്പോഴത്തേനും അത് അത്ര ട്രാൻസ്പെറൻസി ഫീൽ ചെയ്യത്തില്ല. ഇതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷൈനിങ് ഉള്ള പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതുപോലെ സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട. എത്ര തവണ നമ്മൾ വാഷ് ചെയ്താലും എത്ര തവണ നമ്മൾ ഉടുത്താലും ഈ മെറ്റീരിയൽ ഇങ്ങനെ തന്നെയായിരിക്കും. ഇപ്പം ഞാൻ കോട്ടൺ ചെക്കോട്ടയുടെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ 1-2 പ്രാവശ്യം ഉടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പശ പോകും, അത് ഒഴുകി കിടക്കുന്ന പോലെ വരും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം ഉടുത്താലും എത്ര പ്രാവശ്യം അലക്കിയാലും ഈ മെറ്റീരിയൽ ഇങ്ങനെ തന്നെ ഇരിക്കും. അതിന് ഓൾറെഡി സ്റ്റാർച്ച് ഇല്ല, ഒരു ചെറിയൊരു സ്റ്റിഫ്നെസ് ഉണ്ട്, എന്നാൽ ഫ്ലോയി ആണ്. അത് നമ്മൾ എത്ര പ്രാവശ്യം ഉടുത്താലും അലക്കാതെ ഉടുത്താലും അല്ലെങ്കിൽ അലക്കി കഴിഞ്ഞാലും ഒക്കെ ഈ ഒരു മെറ്റീരിയൽ ഇതേ ഫോമിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ടതാണ്. ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ പെട്ടെന്ന് ഉടയത്തൊന്നുമില്ല. കോട്ടൺ മെറ്റീരിയൽ ചുളുങ്ങി പോകുന്നത് പോലെ പെട്ടെന്ന് ചുളുങ്ങി പോകത്തൊന്നുമില്ല. ഈ നമുക്ക് ഒത്തിരി ട്രാവലൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് സിൽക്കി കോട്ട മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 585 ആണ്. ഇത് 5.5 മീറ്റർ സാരി ആയിട്ട് മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. ഇതിന് നമുക്ക് ബ്ലൗസ് അവൈലബിൾ അല്ല. നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് ഷെയ്ഡൊക്കെ നമുക്ക് എപ്പോഴും ഇതിനകത്തുള്ളതാണ്. വൈറ്റ് ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും നമുക്ക് എപ്പോഴും തന്നെ സ്റ്റോക്കിലുള്ളതാണ്. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ കാണിക്കാനായിട്ട് വൈറ്റ് ഇപ്പം ഇല്ല. ഓൾറെഡി ഉണ്ടായിരുന്ന എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. പക്ഷെ നമുക്ക് എൻക്വയറി ചെയ്യുമ്പോൾ വൈറ്റ് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് വീഡിയോയിൽ കാണിക്കാനില്ലെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ടൊമാറ്റോ പിങ്ക് കളറ്. നമ്മൾ ചെക്കോട്ടയിൽ കണ്ടതുപോലെ തന്നെ ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ് ടൊമാറ്റോ പിങ്ക്. നല്ലൊരു പീച്ചിൻ്റെ ഒരു, നമുക്ക് അതിൽ കണ്ടപ്പോൾ ടൊമാറ്റോ പിങ്ക് കുറച്ചുകൂടി ഒരു പിങ്കിൻ്റെ എലമെൻ്റ് ആയിരുന്നെങ്കിൽ സിൽക്കി കോട്ടയിൽ വരുമ്പോൾ കുറച്ചും കൂടി ഒരു പീച്ചിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് ഈ ഒരു കളറിൽ വരുന്നത്. ഒരു പീച്ചിഷ് പിങ്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഒരു ബേജ് ഷെയ്ഡാണ്. നമുക്ക് ഒത്തിരി നാളായിട്ട് ബേജ് ഷെയ്ഡ് ഇല്ലാതിരിക്കുന്നത്. എക്സാക്ട് ബേസ് ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ നേരത്തെ കോട്ടൺ ചെക്കോട്ടയുടെ ലൈറ്റ് പീച്ച് കണ്ടതുപോലെ ഒരു സാൻഡൽ കളർ എന്ന് പറയാൻ പറ്റുന്നത് ഒരു പീച്ചിഷ് ആയിട്ടുള്ളൊരു ബേജ് ഷെയ്ഡാണ്. കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇതിനെ സാൻഡൽ ഷെയ്ഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ്. ബേജ് എന്ന് കറക്റ്റ് പറഞ്ഞാൽ നമുക്ക് ആ ചിക്കുവിനോട് സാമ്യമുള്ള ഷെയ്ഡ് അല്ല ഇത് വരുന്നത്. കുറച്ചുകൂടെ പീച്ചിനോട് സാമ്യമുള്ളൊരു ബേജ് ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഈ ഒരു വാടാമുല്ല ഷെയ്ഡ്. വാടാമുല്ല ഷെയ്ഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് വാടാമുല്ല ഷെയ്ഡ് എൻക്വയറി ചെയ്യുകയും ഒത്തിരി ആൾക്കാർ വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും നമ്മൾ 2-3 പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തു. ഇപ്പം നമുക്ക് കറൻറ്റ്ലി നമുക്ക് സ്റ്റോക്കിൽ വാടാമുല്ല ഷെയ്ഡ് ഉണ്ട്. വാടാമുല്ലയൊക്കെ നമുക്ക് എപ്പോഴും ഒക്കെ അവൈലബിൾ ആകുന്ന ഷെയ്ഡ്സാണ്. ബ്ലാക്ക്, അതുപോലെ വൈറ്റ്, ഈ വാടാമുല്ല, അതുപോലെ നമ്മുടെ അടുത്ത് ഒരു യെല്ലോയിഷ് ഓറഞ്ച് ഷെയ്ഡൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കത് ഉള്ളത് ഇപ്പം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. നമുക്കിപ്പം കറൻറ്റ്ലി കാണിക്കാനായിട്ടില്ല, എന്നാലും ആ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ സിൽക്കി കോട്ടയിൽ ഒത്തിരി ഷെയ്ഡ്സ് ഈ പറഞ്ഞ പെട്ടെന്ന് മൂവിങ് ആവുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ പറഞ്ഞാൽ നമുക്ക് ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന പിങ്ക്, ബേബി പിങ്ക്, അതുപോലെ ലാവൻഡർ, അങ്ങനത്തെ 1-2 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ ഉണ്ടാവുമായിരിക്കും. കാരണം വെച്ചാൽ നമുക്കത് 2 ദിവസത്തിനുള്ളിൽ തന്നെ വരും ആ ഷെയ്ഡ്സ് എല്ലാം. അപ്പോൾ ഈ ഷെയ്ഡ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയാം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഏതൊക്കെയാണ്. അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.